ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. അതായത് നിങ്ങളുടേതായിരിക്കുന്ന മതപരമായിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇതിനെ നിഷേധിക്കുന്നതുമില്ല. നോക്കുവിന് നിങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നിങ്ങളെ ബഹുമാനിപ്പാനും കഴിയുകയുള്ളൂ. നോക്കുവിന് അന്ന് ആ യേശുക്രിസ്തുവിന്റെ വചനം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോഴോ യാക്കോബേ എന്നുള്ള വചനം എന്നെ പറയുകയും ആദ്യമായിട്ട് എൻ്റെ ഹൃദയം ആശ്വാസം കൊണ്ടും സമാധാനം കൊണ്ടും നിറയുകയും ചെയ്തു. പ്രിയപ്പെട്ട ഈ ഒരു വചനം നിങ്ങളോട് പറയുമ്പോൾ മറ്റൊരു രംഗം കൂടെ ഞാൻ ഓർമ്മ വരുന്നുണ്ട്. അതായത് എൻ്റെ 34-ാമത്തെ വയസ്സിലാണ് ഈ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഈ വചനം എൻ്റെ ഹൃദയത്തിൽ തറച്ചതെങ്കിലും അതിൻ്റെ 13 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി. ഞാൻ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കടന്നുപോയത്. അഹങ്കാരത്തിന് കുറവില്ല, പക്ഷേ എൻ്റെ ഹൃദയം കഠിനമായിരിക്കുന്ന നിരാശയിലും വേദനയിലുമാണ് ഇന്നും കഴിഞ്ഞിരുന്നത്. അങ്ങനെ എനിക്ക് 21 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ രാത്രി സഞ്ചാരിയായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അതായത് രാത്രി 2 മണി 3 മണിയായിരിക്കും സമയത്ത് ആരുമില്ലാത്ത വിജനമായിരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ ഞാൻ ഏകനായിട്ട് കടന്നു പോകും. ഞാൻ കരയും, ഞാൻ ചിരിക്കും, അത്രമാത്രം വേദനയാണ്. എന്തിനോ വേണ്ടി എൻ്റെ ഹൃദയം ദാഹിക്കുകയാണ്. എനിക്ക് ലോകത്തിലൊന്നും തൃപ്തിയോ സന്തോഷമോ തന്നുമില്ല. എന്നെ സ്നേഹിപ്പാൻ ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലും എനിക്കില്ല. അങ്ങനെ ഒരു 2 മണി സമയത്ത്, രാത്രി 2 മണിയായിരിക്കുന്ന സമയത്ത് നക്ഷത്ര നിബിഡമായിരിക്കുന്ന ആ നീലാകാശത്തേക്ക് എൻ്റെ കരങ്ങളെ ഞാൻ ഉയർത്തി ഉറക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ ഞാൻ നിനക്കുള്ളവനാണെന്ന് പറഞ്ഞു. അതായത് നക്ഷത്രങ്ങളെ നോക്കിയല്ല, നക്ഷത്രങ്ങൾക്കും അപ്പുറം ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അല്ലെങ്കിൽ എന്താണ്, അതൊരു ആത്മാവിലുള്ള വെളിപ്പാടായിരുന്നു. ദൈവം ആരെന്നോ ദൈവം എന്തെന്നോ എന്നെ സ്നേഹിക്കുന്നെന്നോ അറിവില്ലാതിരിക്കെ ഞാൻ ആരാധിച്ചു വന്ന ഒരു വ്യക്തിയുമായിട്ടല്ല, മറ്റെന്തോ ഒരു വ്യക്തിയെ നോക്കി ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്കുള്ളവനാണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞു, ദൈവമേ ഞാൻ നിനക്കുള്ളവനാണെന്ന് പറഞ്ഞു. നോക്കവൻ 21-ാമത്തെ വയസ്സിൽ രാത്രിയുടെ വിജനതയിൽ ആകാശ നക്ഷത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് കരങ്ങൾ ഉയർത്തി ഞാനൊരു ഉറപ്പ് കൊടുത്തു, ദൈവമേ ഞാൻ നിനക്കുള്ളവനാണ്. എന്നാൽ ആ ദൈവം ആരാണെന്നോ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം എന്തെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല. പ്രിയപ്പെട്ട, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല. എന്റെ ജീവിതം കഠിനവും ദുസ്സഹമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നുപോയി. അതിനും ഏതാനും മാസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് ശേഷം, ഇതേ ഏകാന്തതയിൽ കൂടെ ഭയാനകമായിരിക്കുന്ന വിജനാവസ്ഥയിൽ കൂടെ ഞാൻ രാത്രികാലം നടക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവമേ എനിക്ക് നിന്നെ ആവശ്യമില്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്റെ മതഭക്തിയിൽ ഒത്തവണ്ണം ഞാൻ മൂർത്തികളെ സേവിച്ചു വന്നിരുന്നു. എന്നാൽ ദൈവമേ എനിക്ക് നിന്നെ ആവശ്യമില്ലെന്ന് ഞാൻ വാ തുറന്ന് ഉറക്കെ വിളിച്ചു പറയുവാനിടയായി. ഇത്രയും നാളും ദൈവത്തെ വിളിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല. അതുകൊണ്ട് ദൈവമേ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട, ഇതെല്ലാം സത്യമാണ്. ദൈവത്തെ ഞാൻ തള്ളി പറഞ്ഞ ആ സെക്കൻഡിൽ, ആ കൂരിരുട്ടില്, ആ രാത്രി 2 മണിയുള്ള ആ വിജനമായിരിക്കുന്ന ഭയാനകമായിരിക്കുന്ന അവസ്ഥയില് ഒരു വ്യക്തി എന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത് നിഴൽ രൂപമായിട്ട് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. ഒരു ഹിന്ദുവായിരുന്ന ഞാൻ അവനെ ലൂസിഫർ എന്ന് പേരിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവനെ ആരാധിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. 1 വർഷം ഞാൻ പിശാചിനെ ആരാധിച്ചവനാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ തള്ളിക്കളയുന്നവരെ ആ ക്ഷണത്തിൽ പിശാചി നിങ്ങളുടെ മേൽ വാഴ്ച തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇത് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആ 1 വർഷം ഞാൻ സാത്താനെ ആരാധിച്ച് നടന്ന, ദൈവത്തിന് ശത്രുവായിട്ട് നടന്ന ഞാൻ, ആ 1 വർഷങ്ങൾക്ക് ശേഷം എന്റെ ഹൃദയം വീണ്ടും ശൂന്യാവസ്ഥയിലേക്ക് കടന്നുപോയി. ആ 1 വർഷം അസാധാരണമായിരിക്കുന്ന വിൽപവറും അധികാരങ്ങളും എനിക്കുണ്ടായിരുന്നെങ്കിലും എന്റെ ഹൃദയത്തിന്, എന്റെ പ്രാണനെ തണുപ്പിക്കുവാന് ആ സാത്താനും കഴിഞ്ഞില്ല. എന്നാൽ അവനെ തള്ളിക്കളഞ്ഞ മാത്രം മുതൽ അവൻ എന്നെ ഒടുക്കിക്കളയുവാന് അനേക ആപത്തിൽ കൂടെ എന്റെ ശരീരത്തെ തെള്ളിയിട്ടുവെങ്കിലും ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഈ യേശുക്രിസ്തു എന്നെ കണ്ടതും സ്നേഹിച്ചതും വഴി അവൻ എന്നെ എപ്പോഴും കരുതി വന്നിരുന്നു. ആ സാത്താനെ ഞാൻ തള്ളിക്കളഞ്ഞു. ഞാൻ എന്റെ ക്ഷേത്ര ദർശനങ്ങളിലേക്ക് കടന്നുപോയി. അന്നേ വരെ പോകാത്ത ക്ഷേത്രങ്ങളിലേക്ക് ഞാൻ വീണ്ടും കടന്നു പോവുകയാണ്. എന്റെ ഹൃദയത്തിനൊരു സമാധാനം എവിടെ കിട്ടും? അങ്ങനെ ഞാൻ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഒരു ദിവസം ഭ്രാന്ത് പിടിക്കുന്ന ഒരു അനുഭവം. അതായത് കുളിക്കാതെ, നനയ്ക്കാതെ, താടി വടിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഭ്രാന്തന്റെ അനുഭവത്തില്ല, എന്റെ ആത്മാവിൽ അസാധാരണമായിരിക്കുന്ന വേദന കൊണ്ടും നിരാശ കൊണ്ടും നിറഞ്ഞിട്ട് അപ്പോൾ എന്റെ ഹൃദയം പറഞ്ഞു, മോനെ ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതിലെങ്കും ഒരു സത്യവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യമെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ അന്ന് ആദ്യമായിട്ട് എന്റെ ഹൃദയത്തിന് ഒരു സ്വരം ഞാൻ കേട്ടു. ഒരു മനുഷ്യന്റെ പേര് എന്നോട് ആരോ പറഞ്ഞിട്ട് പറഞ്ഞു, മനുഷ്യനെ പോയി കാണുക, നിനക്കുള്ള ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനെ കാണുവാനിടയായി. ആ മനുഷ്യനോട് കൂടെ, അതൊരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു യോഗത്തിന് പോയി. പ്രിയപ്പെട്ട, ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എന്നാൽ എന്താണ്, അവിടെ ഇരിക്കുമ്പോൾ ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു, ഞാൻ വാതിലാകുന്നു, ഈ വാതിൽ കൂടെ കടക്കുന്നവർ മേച്ചിൽ കണ്ടെത്തും. ഏതാണ്ട് 34 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അങ്ങനെ അദ്ദേഹത്തെ പ്രസംഗം നടന്നെങ്കിലും എനിക്കൊന്നും തോന്നിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ മടങ്ങി എന്റെ വീട്ടിൽ വന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒത്തിരി വായനാശീലമുള്ളവനായിരുന്നു. ഒരു ദിവസം തന്നെ മുട്ടത്ത് വർക്കയുടെയും കാനമീജയുടെയും അല്ലെങ്കിൽ കോട്ടയം പുഷ്പനാഥിന്റെയും ഒക്കെ നോവല്, വിദേശികളുടെ അല്ലെങ്കിൽ വിദേശ സാഹിത്യങ്ങൾ ഒരു ദിവസം കൊണ്ട് ഒരു നോവൽ വീതം വായിച്ചു തള്ളുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു തടിച്ച കറുത്ത് പൈൻറ്റിട്ട പുസ്തകം എന്റെ ബുക്ക് ഷെൽഫിൽ ഉണ്ടായിരുന്നു. അത് ബൈബിൾ ആണെന്ന് എനിക്കറിയാം. എനിക്ക് അതിനോട് വെറുപ്പോ സ്നേഹമോ തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ
എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ കറണ്ട് വിദ്യുത് ശക്തി കിട്ടാത്ത എൻ്റെ വീട്ടിൽ മെഴുകുതിരി വെട്ടത്തിലിരുന്ന് ഒരു രാത്രി 2 മണിക്ക് ശേഷം ഞാൻ ഒറ്റ ഇരിപ്പിൽ ഒരു സുവിശേഷം വായിച്ച് തീർത്തു. അത് മത്തായിയുടെയാണോ മർക്കോസിന്റെയാണോ ലൂക്കോസാണോ യോഹന്നാനോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ സുവിശേഷം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തില് അവൻ ക്രൂശിക്കപ്പെടുന്നതിന് ആ തലേ രാത്രിയിൽ അവൻ ഇതാ ഗെത്സമന തോട്ടത്തിൽ തന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ ആ ഭാഗം വന്നപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് നീർച്ചാലുകൾ കണ്ണുനീരായിട്ട് ഒഴുകിയിറങ്ങി. എന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പ് കിട്ടി, യേശുക്രിസ്തുവാണ് സത്യം. അന്ന് ഞാൻ ബൈബിൾ മടക്കി. ആരും എന്നോട് പിന്നെ സുവിശേഷം പറഞ്ഞില്ല. ആരും എന്താണ്, ഞാൻ ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ പള്ളികളിലോ എങ്ങും പോയുമില്ല, ഞാൻ ആരോടും പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷെ യേശുക്രിസ്തു സത്യമാണെന്നൊരു ബോധ്യം എന്റെ ഹൃദയത്തിൽ കിടന്നെങ്കിലും അതിനുശേഷം സാഹിത്യത്തിന്റെ തത്വജ്ഞാനത്തിന്റെ ആത്മാവും കൂടി എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് സർവ്വലോകത്തും ഞാൻ പ്രശസ്തനായിട്ട് തീരേണ്ടതിനും സർവ്വലോകത്തിന്റെ രാജാവായിട്ട് വാഴണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ അതിന്റെ പിറകെ പോയി. അവസാനം അത് ശൂന്യാവസ്ഥയിൽ ഞാൻ 10 വർഷങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച രാത്രിയിൽ ആ സന്ധ്യാസമയത്ത് ഉപദേശി പറഞ്ഞു, നീ എനിക്കുള്ളവൻ തന്നെ, ഭയപ്പെടേണ്ട, നീ എനിക്കുള്ളവൻ തന്നെ. അന്നേക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് വിജനമായിരിക്കുന്ന ആ റോഡിൽ നിന്ന് ഞാൻ നക്ഷത്രങ്ങൾക്ക് അപ്പോൾ താരതമ്യമായിരിക്കുന്ന ആകാശത്തിലേക്ക് കൈ ഉയർത്തി ഞാൻ പറഞ്ഞ എന്താണ്, ദൈവമേ ഞാൻ നിനക്കുള്ളവൻ. 13 വർഷങ്ങൾക്ക് മുമ്പ് ആ ദൈവം എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ എനിക്കുള്ളവൻ തന്നെ. എത്ര കൃത്യമായിട്ടാണ് പ്രിയപ്പെട്ടത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ഈ ദൈവത്തിന് ഒരു തെറ്റും പറ്റത്തില്ല. ഞാൻ ആ ഹിന്ദുമത വിശ്വാസത്തിലായിരുന്നപ്പോൾ ഞാനൊരു തത്വജ്ഞാനിയായിട്ട് നടന്ന് പലരോടും പറയുന്നുണ്ട്, എടാ ദൈവത്തിന് പോലും 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്റെ പ്രിയപ്പെട്ട 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തവനൊന്നും ദൈവമല്ല. എന്ന് വെച്ചാൽ ദൈവത്തിന് യാതൊരു കുറ്റവുമില്ല, ഒരു കുറവുമില്ല. അവന്റെ പ്രവൃത്തികൾ അത്രമേത്രം അപ്രമേയത്വമാണ്. നിങ്ങൾ ഓരോരുത്തരുമുള്ള അവന്റെ ഹിതം എന്താണ്, അത് തെറ്റല്ല, അത് ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ടും നീതിയുക്തവുമാകുന്നു. ആ യേശുക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കഠിനമായിരിക്കുന്ന വേദനയില് മക്കളെ തലമുറയെ നഷ്ടപ്പെടുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ വേർപെട്ടു പോകുമ്പോൾ, നിങ്ങളുടേതായ അല്ലാത്ത കുറ്റങ്ങൾക്ക് നിങ്ങൾക്ക് ദുഃഖങ്ങളും വേദനകളും നിരാശകളും ശിക്ഷാവിധികളും നിങ്ങൾ കൈകൊണ്ടുപോകുമ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ആശ്വസിപ്പിക്കാൻ യേശുക്രിസ്തുവിന്റെ മാർബിടമുണ്ട്. സകല ജാതി മതസ്ഥരുമേയും നിങ്ങളുടെ വേദനകളെ അകറ്റിക്കളയുന്ന, ആശ്വസിപ്പാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പ്രസിദ്ധമാക്കിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോത്ത മലമുകളില് ആകാശത്തിനും ഭൂമിക്ക് മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുമ്പോഴും അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെടുമ്പോഴും അവൻ സകലവിധമായിരിക്കുന്ന അപമാനങ്ങളും നിന്ദകളുമേറ്റ് തുപ്പലേറ്റുകൊണ്ട് നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിക്കുമ്പോഴേ നിന്നെ ഓർത്തവൻ മരിച്ചെങ്കിൽ നിന്റെ സകല വേദനകളെ ചുമക്കുവാൻ അവൻ ശക്തനാണ്. ആ ക്രൂശിനെ പറ്റി പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ മാത്രമല്ല നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു. അതേ നമ്മുടെ ദുഃഖകരമായിരിക്കുന്ന സകല പാപങ്ങളും യേശുക്രിസ്തു ചുമന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ എനിക്കും നിനക്കും പകരക്കാരനായിട്ട് ദൈവ നിയമപുസ്തകത്തിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് മുമ്പിൽ യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നുള്ള നല്ല വാർത്ത ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരുത്തൻ മരിക്കുക, അയ്യോ നമുക്ക് വേണ്ടി ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നിരിക്കും, അയ്യോ അത് സ്നേഹമല്ല പ്രിയപ്പെട്ടവരെ, അത് അവന്റെ വാശിയാണ്, അവന്റെ വൈരാഗ്യമാണ്. നമുക്ക് വേണ്ടി ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നിരിക്കും. എന്നാൽ നോക്കുവിന് നാം ശത്രുവായിരിക്കുമ്പോൾ തന്നെ പാപം ചെയ്ത് യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ ആ ക്രിസ്തു സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നിനക്ക് പകരക്കാരനായിട്ട് ദൈവ നിയമത്തിന് മുമ്പിൽ മരിച്ചുവെങ്കിൽ ഇതുപോലൊരു സ്നേഹം ലോകത്തിൽ പ്രസംഗിക്കപ്പെടുവാൻ വേറെ ഒന്നുമില്ല. ഇതുപോലൊരു സ്നേഹം പ്രിയപ്പെട്ടവരെ ഭാര്യയിലില്ല, ഭർത്താവിലില്ല, മക്കളില്ല, കാമുകന്മാരുടെ ഇടയിലില്ല, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലോ നിങ്ങളെ വഞ്ചിക്കുന്ന പുരോഹിതന്മാരുടെ ഇടയിലോ ഈ സ്നേഹമില്ല പ്രിയപ്പെട്ടവരെ. ഈ സ്നേഹം യേശുക്രിസ്തുവിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു. അതേ, നാം ശത്രുവായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി സ്വന്തം പ്രാണനെ നൽകി തരുവാൻ കഴിയുന്ന ഈ അതുല്യമായിരിക്കുന്ന സ്നേഹത്തെ ഞങ്ങൾ വിവരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കുറ്റക്കാരായിട്ട് തീരും പ്രിയപ്പെട്ടവരെ. ആ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നേ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പുരുഷൻ, ഏകപുരുഷൻ പാപം ചെയ്ത് അവൻ എന്താണ് സാത്താന് കീഴടങ്ങിയ നാൾ മുതൽ അവന്റെ രക്തത്തിൽ പറഞ്ഞ് നമ്മളെല്ലാവരും നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ നമ്മളെ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് പാപമോചനം നൽകി തരുവാന് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ, ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച തന്റെ പുത്രനെ, തന്റെ ഏകജാതനായവനെ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കുകയും പാപമില്ലാത്തവനായിട്ട് പാപരക്തം കൂടാതെ ഭൂമിയിൽ ജനിക്കുകയും അവൻ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് കടന്നുപോയി. അതാകുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാൽവറി ക്രൂശിലെ യാഗം. അതേപോലെ ഭൂമിയിൽ അനേക യാഗങ്ങളുണ്ട്. ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാങ്ങളെ അറക്കാറുണ്ട്. പണ്ട് പഴയ നിയമ കാലത്തുമുണ്ട്. എനിക്ക് ഒത്തിരി പ്രസംഗിക്കാണ്ടായിരുന്നു. എന്താണ് പഴയ നിയമം, എന്താണ് പുതിയ നിയമം എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കും. ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ പ്രിയപ്പെട്ടത്. വെറും മതഭക്തിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുത്തി കളയല്ലേ. അതേ പ്രിയപ്പെട്ടത്, അന്ന് അബ്രഹാം ഉൾപ്പെടെയുള്ളവരുടെ ദൈവം ബലികളെ, യാഗങ്ങളെ കഴിപ്പാൻ ആവശ്യപ്പെട്ടു. എന്നാൽ യാഗം കഴിച്ചത് കൊണ്ട് അവർക്കാർക്കും ഒരു പ്രയോജനമുണ്ടെന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നില്ല. അബ്രഹാമും വിശ്വാസത്താൽ അത്ര നീതീകരിക്കപ്പെട്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. എന്നാൽ എന്തിനാണ് യാഗം വെച്ചെന്നറിയാമോ? ഒരു യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വ്യാഖ്യാനത്തിൽ പറയുന്നു.
പറയുന്നു. അവൻ ക്രൂസിലേക്ക് കയറി പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിൽ ദൈവമേ നീ പ്രസാദിച്ചില്ല, ഹനനയാകോ ഹോമയാകോ നീ ഇച്ഛിച്ചതുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ വരുന്നു. യഥാർത്ഥത്തിൽ ദൈവം പ്രസാദിച്ച യാഗം യേശുക്രിസ്തുവിന്റെ ശരീരയാഗമാണ്. അതേ ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാങ്ങളെ അറക്കുമ്പോഴൊക്കെ വരുവാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ യാഗത്തെ ലോകത്തിൽ പ്രസിദ്ധപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ പഴയ നിയമം കൊണ്ട് ദൈവം ആഗ്രഹിച്ചുള്ളൂ. പഴയ നിയമ ശുശ്രൂഷ കൊണ്ട് യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി അതേപോലെ വഴി അറിയാതെ ജനങ്ങൾക്ക്, നമുക്കറിയാമല്ലോ, ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എരുമേലിക്ക് പോകണമെങ്കിൽ എരുമേലിക്ക് ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു സൈൻ ബോർഡ് വെക്കുന്ന പോലെ ഓരോ യാഗങ്ങളും യേശുക്രിസ്തുവിലേക്കുള്ള സത്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടിയായിട്ട് നിന്നു. അതേപോലെ ആ വിരൽ ചൂണ്ടി നോക്കി ആ യാഗങ്ങൾ കഴിച്ചവരൊക്കെയും യേശുക്രിസ്തുവിന്റെ യാഗത്താൽ പൂർണ്ണത വന്നു. അബ്രഹാം കഴിച്ച യാഗങ്ങളുടെ പൂർണ്ണത യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വന്നിരിക്കുന്നു. യേശുക്രിസ്തു മരിച്ചിട്ടില്ലെങ്കിൽ അബ്രഹാം ഉൾപ്പെടെ ഒരു മനുഷ്യനും എന്താണ് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. ആ യേശുക്രിസ്തു ഇന്നലെയുള്ളവർക്കും ഇന്നുള്ളവർക്കും നാളെയുള്ളവർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. അതേ ആദമിന്റെ രക്തത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരായിട്ട് തീർന്നത് വഴി പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകാവസാനത്തിൽ കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള ഈ നല്ല വാർത്ത സകല ജാതിമതസ്ഥരോടും മരണമുള്ള സകല മനുഷ്യരോടും ഞങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ശത്രുത്വം നീക്കം ചെയ്തു. ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് പ്രിയപ്പെട്ടവരെ യാഗങ്ങളും ബലികളും അന്ന് ക്രോസ് ചെയ്താണ്. ഇത് യാഗവും ബലിയും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ട, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ മേച്ചിൽ കണ്ടെത്തും, സ്വർഗത്തിന്റെ ഏകവാതിൽ യേശുക്രിസ്തുവാകുന്നു. ആ ഏകവാതിൽ മനുഷ്യൻ പാപം ചെയ്യുന്ന നാളിൽ ദൈവം ക്രോസ് ചെയ്തിരുന്നു. മനുഷ്യപുത്രന്മാർക്ക് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തോടെ സ്വർഗത്തിന്റെ ഏകവാതിൽ യേശുക്രിസ്തുവിന്റെ ശരീരം എന്നാണ് തകർക്കപ്പെട്ടത് വഴി ആ സ്വർഗവാതിലും സമ്പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടിരിക്കുന്നു. ഏത് പാപിക്കും സൗജന്യമായിട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ കുളിച്ച്, വിശ്വാസത്താൽ കുളിച്ച് നിർമ്മലീകരിച്ച് പ്രിയപ്പെട്ട പാപമോചനം നേടി ആ പരിശുദ്ധനായിരിക്കുന്ന ഏകനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ മറ്റ് മൃഗബലികളോ പൗരോഹിത്യങ്ങളോ ക്രിസ്തീയ മതം ഉൾപ്പെടെയുള്ള പൗരോഹിത്യങ്ങളോ ഇല്ലാതെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായിട്ട് സ്വർഗത്തിലേക്ക് എന്നേക്കും ജീവിക്കുവാൻ ആത്മാവിനെ പ്രായപ്പണ്ടാക്കുവണ്ണം ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം തന്നിരിക്കുന്നു. പഴയ നിയമം എന്താ നിങ്ങൾക്കറിയാമോ? പഴയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം, പാപത്തിന്റെ ശമ്പളം മരണം, മോഹിക്കരുത് എന്നൊരു കൽപ്പന, മോഹമുള്ളവർക്ക് ശിക്ഷയുണ്ട്. പഴയ നിയമം തന്നത് ദൈവത്തിന്റെ വിശുദ്ധി പ്രസ്തമാക്കാനും അതിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും പാപികളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധനായിരിക്കും ദൈവത്തിന് മുമ്പിൽ അവന്റെ നിയമപുസ്തകത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും നരകവിധിക്ക് യോഗ്യനാണെന്ന് തെളിയിക്കുവാനത്രേ പഴയ നിയമം തന്നത്. എന്നാൽ പഴയ നിയമം വന്നിട്ടില്ലാതെ, മോശ വന്നിട്ടില്ലാതെ പുതിയ നിയമം വരുവാൻ കഴിയത്തില്ലായിരുന്നു. ഈ നിയമം വന്നിട്ടാട്ടെ നിയമകർത്താവായിരിക്കുന്ന ക്രിസ്തു മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വത്തെല്ലാം ബില്ല് എഴുതി വെക്കുകയാണ്, നിങ്ങളുടെ മകന് വേണ്ടി എഴുതി വെക്കുകയാണ്. എന്റെ കാലശേഷം, എന്റെ മരണശേഷം ഇത് എന്റെ മകൻ അധികാരപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ മരിച്ചിട്ടല്ലാതെ ആ വിൽപത്രത്തിന് അധികാരമില്ലാത്തതുപോലെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടല്ലാതെ സ്വർഗീയമായിരിക്കുന്ന നിയമങ്ങൾക്ക് എന്താണ് സാധുതയില്ല. അതുകൊണ്ട് നിയമകർത്താവായിരിക്കുന്ന കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചത് വഴി ആ നിയമം ഇതാ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്താണ്? യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സൗജന്യമാണ്. ആ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചിരിക്കുന്നു, നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഇതാ തിരുശീല കയറി പാപികൾക്ക് സ്വർഗീയ പ്രവേശനം സാധ്യമാക്കി തീർത്തു. അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണവാസങ്ങളെ അഴിച്ചിട്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് വഴി ഒരു റാന്നി സ്വദേശിയും ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവനുമായിരിക്കുന്ന വിജയഗോപാൽ എന്ന പേരോടുകൂടിയവനുമായിരിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തു ആരാണ്? അവൻ ലോകത്തെ ജയിച്ചവൻ, അവൻ സാത്താനെ തകർത്ത് കളഞ്ഞവൻ, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. അവനിതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. അല്ലയോ മനുഷ്യപുത്രന്മാരെ, പാപത്തിലായിരിക്കുന്നവരെ നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുന്നു. അയ്യടാ, കള്ളുകൂടിയ മാനസാന്തരപ്പെട്ട പോരാ പ്രിയപ്പെട്ട എല്ലാവരും, പള്ളിയിലച്ഛനും തിരുമേനിയും ഉൾപ്പെടെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് കഷ്ടമേറ്റ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയുടെ സർവാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള നിയമത്തിലേക്ക് വരുന്നതാണ് പ്രിയപ്പെട്ടവരെ മാനസാന്തരം. അതേ ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ.
അവൻ മാത്രമേ സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടുള്ളൂ. അവൻ മാത്രമേ ഭൂമിയുടെ ഏകാധിപത്യത്തിലേക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് മടങ്ങി വരുവാനുള്ളൂ. അവന്റെ വരവെങ്കിൽ സകല വാഴ്ചകളും അധികാരങ്ങളും അഗാധ രൂപത്തിൽ മുദ്രയിടപ്പെടാൻ പോകുകയാണ്. എല്ലാവരുടെ ആരാധനാ വിഷയങ്ങൾ എന്നാണ് അവർക്ക് ലജ്ജാപാത്രങ്ങളായിട്ട് തീരാൻ പോകുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് അവന്റെ മുഖത്ത് നോക്കിയവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മുഖത്ത് നോക്കിയവർ ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖമോ പ്രകാശിതമായിരിക്കുന്നു. മറ്റെല്ലാവരും ലജ്ജിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. ഈ യേശുക്രിസ്തുവിന്റെ മുഖത്ത് നോക്കാതെ അന്യരുടെ മുഖത്ത് നോക്കി എല്ലാവരും ലജ്ജിച്ചു പോകും. ആ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എന്റെ പ്രത്യാശ എന്തെന്നറിയാമോ? ആഹാ, ഈ ദ്രവിച്ചു പോകുന്ന ശരീരം, ഈ പാപമുള്ള ശരീരം അവൻ മാറ്റി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് നീതി വസ്ത്രം ധരിപ്പിക്കും. 1000 വർഷം ഞാൻ യേശുക്രിസ്തുവിന്റെ ഭൂമിയിൽ മരണമില്ലാത്തവനായിട്ട് ജീവിക്കും. 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ സത്യദൈവമായിരിക്കുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക് പുത്രനോട് കൂടെ വാസം ചെയ്യുവാനായിട്ട് ഞങ്ങൾ പറഞ്ഞു വരും. അയ്യോ, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമാണ്. 50 പൈസയുടെ ചെലവില്ലല്ലോ പ്രിയപ്പെട്ടവരെ. കാരണം നമുക്ക് വേണ്ടി യേശുക്രിസ്തു സകലതും ക്രൂശിൽ വെച്ച് ചെയ്ത് പൂർത്തീകരിച്ചതാണ്. അവൻ ക്രൂശിൽ വെച്ച് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായിരിക്കുന്നു. ഒരു പാപിയായിരിക്കുന്ന മനുഷ്യന് പരിശുദ്ധനായിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ഞാൻ തുറന്നു തന്നിരിക്കുന്നു. വഴിയിൽ നിന്ന് പുറകെ പോയാൽ മതി പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് ഉന്നത ഭാവവും നഗലഹൃദയവും മതഭക്തിയും പാരമ്പര്യം നിന്നുകൊണ്ട് ദൈവത്തെക്കാളുപരി യേശുക്രിസ്തുവിനെക്കാളുപരി മനുഷ്യരെ ഭയപ്പെട്ടും മതത്തിന് കീഴടങ്ങിയും പാപിയുമായിട്ടാണ് നിങ്ങൾ മരിക്കുന്നെങ്കിൽ, പള്ളിയിലച്ചൻ പോലും മാനസാന്തരപ്പെടാൻ മരിക്കുന്നെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പാപമോചനം നേടുന്ന ക്രിസ്തുവിനെ കൂടാതെ മരിക്കുകയാണെങ്കിൽ, അവന്റെ രക്തത്താൽ മുദ്ര എപ്പോഴും ഇടപെടാതെയാണ് മരിക്കുന്നെങ്കിൽ, 1000 ആണ്ട് കഴിഞ്ഞുള്ള ലോകാവസാന ദിവസം നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ മനുഷ്യരത്തിനകത്ത് നിന്റെ യഥാർത്ഥമായിരിക്കുന്ന രൂപത്തിലുള്ള ആത്മരൂപമുണ്ട്. ആ രൂപം കല്ലറകളെ വിട്ട് ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഇതേപോലെ എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അയ്യോ, അവിടെ വചനം പറയുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. ഓ, മരിച്ചവർ ആബാലവൃത്തം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന വേറൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധിയുണ്ട്. പ്രിയപ്പെട്ട നിന്റെ സകല രഹസ്യങ്ങളും നീ പറയുന്നു, നീ വിശുദ്ധനാണ്, നല്ലവനാണെന്ന്. നിന്റെ സകല രഹസ്യങ്ങളും വന്ന് പരസ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. സകല മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെ മുമ്പില്, അയ്യോ, നമ്മുടെ ഹൃദയത്തിലെ സകല രഹസ്യങ്ങളും പരസ്യപ്പെടുന്ന ആളില് നിന്റെ മതഭക്തി, നിന്റെ പുരോഹിതന്മാരും നിന്നെ രക്ഷിക്കത്തില്ല. നീ കുടിപടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നിന്നെ രക്ഷിക്കത്തില്ല. യേശുക്രിസ്തു പറഞ്ഞു, എന്റെ കരങ്ങളിൽ നിന്ന് നിന്നെ വെടിവെപ്പാൻ ശക്തനുള്ളവൻ ആരുമില്ല. യേശുക്രിസ്തുവിന് മുമ്പിൽ അവനേക്കാൾ ശക്തനായിരിക്കുന്ന ഒരുവനുമില്ലാത്തതുകൊണ്ട് അവൻ നമ്മുടെ പാപങ്ങളെ, രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തി നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞാല് അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഇല്ലാത്തത് കൊണ്ട് കാലമില്ല, സമയമില്ല. അവൻ നമ്മളെ നരകപ്പൊയിലേക്ക്, തീപ്പൊയിലേക്ക് എറിഞ്ഞു കളഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടെ കാലമില്ല, സമയമില്ല പ്രിയപ്പെട്ടവരെ. ഒരു നാൾ വരെ മടങ്ങി വരവില്ല. അയ്യോ, ഞങ്ങൾ കണ്ണുനീരോടെ നിലവിളിയോടെ നിങ്ങൾ പ്രസംഗിക്കുന്നു. ആ നരകപ്പൊയിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും എറിയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മടങ്ങി വരവില്ലേ, മടങ്ങി വരവില്ല, മടങ്ങി വരവില്ല പ്രിയപ്പെട്ടവരെ. അതൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. കാലത്തിനപ്പുറമാണ്, കാലമില്ല. ആ ഭയങ്കരമായിരിക്കും നരകത്തിൽ നിങ്ങളെ വീണ്ടെടുക്കുവാനാണ് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഘോഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടങ്ങൾ ഏൽക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഷ്ടങ്ങൾ ഏൽക്കുന്നത്. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ അടിമേടിക്കുന്നു. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ നിന്ന ഏൽക്കുന്നു പ്രിയപ്പെട്ടത്. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പരിഹാസപാത്രങ്ങളായിട്ട് നിന്നാലും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നാളിൽ ഞങ്ങൾ രാജകീയമായിരിക്കുന്ന കിരീടം ധരിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ ഞങ്ങൾ തിളക്കത്തോടെ നിൽക്കുമ്പോൾ നിങ്ങൾ ലജ്ജ കൊണ്ട് നിറയും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ ലജ്ജിക്കപ്പെടേണ്ട, നിങ്ങൾ നിന്ദിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉന്നത ഭാവങ്ങളെ താഴ്ത്തുവിൻ, മതഭക്തികളെ വിട്ടുകളയും, പാരമ്പര്യങ്ങളെയും പൗരോഹിത്യങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ് ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരികയും അതിനുശേഷം അവനോട് കൂടെ ആദമിന്റെ പാപത്തിന് മരിപ്പാൻ സ്നാനമേറ്റ് ആ ദൈവത്തിന്റെ വിശുദ്ധ ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധന്മാരായിട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ട് അവന്റെ വരവിന് വേണ്ടി മണവാളിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ വിശുദ്ധിയോടെ കാത്തിരുന്ന് ആ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.